തീരോ മണ്ണീരെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതിലില്ലാറിഞ്ഞെന്നാൽ മതില് പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാവത്തിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലിയിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി പലരുടെ കണ്ണിലും വീഴുന്നു എന്ന കഥയുണ്ട്. പതികനിൽ ഒരു ദിനവും കണ്ടിടാത്ത കഥയുണ്ട്. കണ്ട മഹാന്മാരെ ഓർക്കുമ്പോൾ കൊതിയുണ്ട്. ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കഥയുണ്ട്. കൽബൊന്നടുപ്പിക്കണം മദീനയിലേക്കെന്നെ ചേർത്തിടണം. എത്ര സ്വലാത്തുകൾ ചൊല്ലിയിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി ഒഴുകിയ കണ്ണുനീര് വന്നു അങ്ങയോത്തല്ല പഴകിയ കൽബിലങ്ങ് നോക്കിടുന്ന പതിവില്ല. എഴുതിയ വരികളൊന്നു പോലും റൗള കണ്ടില്ല. തഴുകിയ കാറ്റിനൊന്നും ആ മദീന മണമില്ല. കണ്ടാലകന്നിടല്ലേ ഈ പാവത്തെ കൂട്ടാൻ മറന്നിടല്ലേ. എത്ര സ്വലാത്തുകൾ ചൊല്ലിയിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. എന്നെങ്കിലും തീരോ മണ്ണീലെത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതിലില്ലാറിഞ്ഞെന്നാൽ മതില് പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാവത്തിൽ നോക്കുമോ ഈ പാവത്തിൽ നോക്കുമോ ഈ പാവത്തിൽ. വളരെ അനുഗ്രഹീതമായ ഹിമാത്തായ സദസ്സിൽ സ്വലാത്തിന്റെ മജ്‌ലിസിന് നേതൃത്വം നൽകിയ ബഹുമാന്യരായ ഉസ്താദ്, ഹിമാത്തായ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വളരെ നല്ല നിയ്യത്തോടുകൂടി വന്നിരിക്കുന്ന എൻ്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ മജ്‌ലിസിൽ നാം ഒത്തുകൂടിയതുപോലെ അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ സദസ്സ് കാരണം നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. തഖ്വ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ധാരാളം സ്വലാത്ത് ജീവിതത്തിൽ പകർത്താനും അങ്ങനെ മദീനയുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാനും അല്ലാഹു ഈ സദസ്സ് കാരണമാക്കി തരട്ടെ. ആശിഖുർ റസൂലായി ജീവിതം ഒരു മദീന പോലെ കൊണ്ടു നടന്നു ഒരു സഹാബിയെ പോലെ ജീവിക്കാൻ ശ്രമിച്ചു. നമ്മൾ സഹാബികളെ കണ്ടിട്ടില്ല, നമ്മളെ താബീകളെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ സഹാബിയെ പോലെ ജീവിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ഷെയ്ഖ് അത്തിപ്പറ്റ ഉസ്താദിനെ പഠിച്ച റബ്ബ് ആ മഹാന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമുക്കും ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ടവരാണ്. ആഖിബത്ത് നന്നായി റാഹത്തോടുകൂടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകാൻ ഇടയാക്കട്ടെ. നമ്മളാകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഹയാത്തോടുകൂടെ നമ്മോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മജ്‌ലിസിലൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു വളരെ ആത്മീയമായി സ്വലാത്തുകൾ ചൊല്ലി കണ്ണീര് വാർത്തിരുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, പടച്ച റബ്ബേ അവർക്കൊക്കെ നീ സ്വർഗ്ഗം നൽകണം. റഹ്മാനേ, നമ്മുടെ ഖബറുകളിൽ സന്തോഷത്തിലാക്കി കൊടുക്കണം. ഞങ്ങൾ ചെയ്യുന്ന നന്മകളും സലാത്തുകളും
ഒരു സുദീർഘമായ പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ഉസ്താദ് ഹയാത്തിലുള്ള കാലത്ത് ഈ മജ്‌ലിസ് നടത്തുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്പസമയം നസീഹത്ത് നടത്തുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത്. അങ്ങനൊന്നും പറയാനോ എങ്കിൽ ഉപദേശിക്കാനും ഒന്നും അർഹനല്ല എങ്കിൽ പോലും നമ്മൾ ആ ഉത്തരവാദിത്വത്തിൽ അങ്ങനെ നടക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ പറയുകയും നമ്മൾ അവിടുത്തെ മദദ് പറയുകയും ഒക്കെ ചെയ്യുകയാണ്. അല്ലാഹു തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് നെറ്റിപ്പരത്തി പറയുന്നില്ല, ഒരു ചെറിയ സന്ദേശം മാത്രം നൽകി ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദ്മാർ ദുആ ചെയ്യും. ഷെയ്ഖുനാ ആത്തിഫ ഉസ്താദ് നബറല്ലാഹു മഖദ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്റെ ജീവിതം എന്റെ റസൂൽ എന്ന സന്ദേശമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലും ഇരിപ്പിലും ഉറക്കിലും കിടത്തത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴും ആളുകളോടുള്ള പെരുമാറ്റത്തിലും കുടുംബത്തിലും എന്റെ ജീവിതം എന്റെ റസൂൽ എന്ന സന്ദേശം നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം നൽകിയ 40 വർഷക്കാലം ഈ സമസ്തയുടെ തലപ്പത്തുണ്ടായിരുന്ന വലിയായ ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശം അതായിരുന്നു, എന്റെ ജീവിതം എന്റെ റസൂൽ എന്നായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കാളപ്പാടി ഉസ്താദ് നൽകിയ സന്ദേശം അതായിരുന്നു. ഷെയ്ഖുനാ മലക്കാർ ഉസ്താദ് നൽകിയ സന്ദേശം അതായിരുന്നു. റഈസുൽ മുഹഖഖിൻ കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മഖദ ഒരു അറിയപ്പെട്ട പ്രഭാഷകനായിരുന്നില്ല, അല്ലെങ്കിൽ ആളുകളെ കയ്യിലെടുത്തിരുന്ന വലിയ ആളൊന്നായിരുന്നു. പക്ഷേ ആ വായക്കാട് കുഗ്രാമം കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ 6 ലക്ഷത്തിലധികം ആളുകൾ ആ ജനാസ സാക്ഷിയാകാൻ വേണ്ടി കടന്നു വന്നു. പിറ്റേ ദിവസം ചന്ദ്രികയിൽ ഒരു മുജാഹിദ് സുഹൃത്താണ് ആ സംഭവം എഴുതി വെച്ചത്. ലോകം കണ്ട ഏറ്റവും വലിയ ജനാസ നിസ്കാരം നടന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പിന്നെ ചരിത്രത്തിൽ ഇനി അടയാളപ്പെടുത്തലുണ്ടെങ്കിൽ അത് റഈസുൽ മുഹഖഖിൻ കണ്ണിയത്ത് ഉസ്താദാണെന്ന് ഒരു മുജാഹിദ് സുഹൃത്ത് ചന്ദ്രികയിൽ എഴുതുകയുണ്ട്. എന്തായാലും കണ്ണിയത്ത് ഉസ്താദിന്റെ സന്ദേശം എന്റെ ജീവിതം എന്റെ റസൂൽ എന്ന സന്ദേശമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസരത്തിൽ പ്രായം 90 കഴിഞ്ഞ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു. ഹോസ്പിറ്റലിലേക്ക് താങ്ങി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വായിൽ കഫം വന്നു. ആ കഫം തുപ്പാൻ വേണ്ടി ഉസ്താദ് പ്രയാസപ്പെടുകയാണ്. ആളുകൾ പറഞ്ഞു, ഉസ്താദ് തുപ്പിക്കോ. ഉസ്താദ് തുപ്പുന്നില്ല. ഉസ്താദ് തുപ്പാൻ ഉസ്താദ് ആകെ കാണിച്ചിട്ട് എന്നെ തിരിച്ചു പിടിക്കും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഉസ്താദിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറയുകയാണ്. ആളുകൾ എല്ലാവരും കൂടി ഉസ്താദിനെ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഉസ്താദ് തുപ്പി. നേരത്തെ ആദ്യമുള്ള അവസ്ഥയിൽ തുപ്പുകയായിരുന്നുവെങ്കിൽ അത് വലത് ഭാഗത്തേക്കാകുമായിരുന്നു. അതുകൊണ്ട് ആ പ്രായാധിക്യ സഹജമായ രോഗത്തിൽ പോലും പരിശുദ്ധ റസൂലിന്റെ സുന്നത്തിനെ മുഖപിടിച്ചു ഷെയ്ഖുനാ റഈസുൽ മുഹഖഖിൻ കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മഖദ അത്തിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു മഖദ ഒരു പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അറിയാതെ ചെറുപ്പക്കാരന്റെ ചെരുപ്പിൽ ചവിട്ടിക്കുന്നു. അവിടെ ഉസ്താദ് കാത്തിരിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, എന്താ ഉസ്താദ്, ഇതാരുടെ ചെരുപ്പാണ്? ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പള്ളിയുടെ ഉള്ളിൽ നിന്ന് ചെറുപ്പക്കാരൻ പുറത്തു വന്ന് ആ ചെരുപ്പിടാൻ നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ചെരുപ്പിൽ ഞാൻ അറിയാതെ ചവിട്ടിയിരുന്നു, എനിക്ക് പൊരുത്തപ്പെട്ടത്. അറിയിച്ചു, നമ്മുടെ ചെരുപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ആളുകളെ ചെരുപ്പ് ചവിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെരുപ്പിടാൻ അല്ലേ, കാലിന് ചടിയാകാതിരിക്കാൻ വേണ്ടി എത്ര ആളുകളെ ചെരുപ്പ് നമ്മൾ ചവിട്ടി. എന്തായിരുന്നു സൂക്ഷ്മത കാണിച്ചു, വറഹായിരുന്നു, തഖ്വയായിരുന്നു. അവർ നീട്ടിപ്പരത്തി പറയുകയല്ല, അവര് ആഖിറത്തെ തെരഞ്ഞെടുത്തു. എന്നും കാലാകാലം ബാക്കിയാകുന്ന ആഖിറത്ത് അവർ തെരഞ്ഞെടുത്തു. അവർ ദുനിയാവിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. കയ്യിൽ ലക്ഷങ്ങൾ വന്നു ഷെയ്ഖുനാ ആത്തിഫ ഉസ്താദിന്റെ കയ്യിൽ. ഞാനൊരിക്കൽ ഗ്രേസ്വാലി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കാടാമ്പുഴ ഭാഗത്തുള്ള ഒരു സയ്യിദ് അവറുകൾ കണ്ടുമുട്ടി. ഒരു പാവപ്പെട്ട സയ്യിദ് അവറുകളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവം ഞാൻ ഈ സദസ്സിൽ ഓർക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഉസ്താദിനെ പറ്റി പറഞ്ഞ വാചാലനായി കണ്ണുകൾ നിറഞ്ഞു. എന്റെ ആദ്യത്തെ മോളുടെ കല്യാണം നടക്കുന്ന അവസരത്തിൽ ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഉസ്താദിനെ ക്ഷണിക്കണമെന്ന് ആഗ്രഹിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഗ്രേസ് വാലിലെ മസ്ജിദുൽ ഫത്തഹ് പള്ളിയിൽ സ്വലാത്ത് കഴിഞ്ഞ സന്ദർഭം ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. തങ്ങളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ്, തങ്ങൾ പോകാൻ പറ്റേ, എന്നെ ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണണമെന്ന്. അങ്ങനെ ഉസ്താദ് എല്ലാവരും ഏകദേശം പിരിഞ്ഞു പോയത് കണ്ടപ്പോൾ റൂമിൽ പോയി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ എന്റെ റൂമിൽ നിന്ന് ഒരു പൊതി എടുത്തിട്ട് ഉസ്താദ് കയ്യിൽ കൊടുത്തു. അങ്ങനെ തന്നെ കൊടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് മോളുടെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കാനുള്ളതാണ് പറഞ്ഞു. തങ്ങൾ പാപ്പ അദ്ദേഹം പറയുകയാണ്, എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ്. ഞാനത് അവിടെ നിന്ന് എങ്ങനെ ഒരുങ്ങി ഞാനത് വാങ്ങിയിട്ട് ഞാനത്
വീട്ടിൽ കൊണ്ടുപോയി. അത് എണ്ണി നോക്കുമ്പോൾ ഏകദേശം 1,00,000 രൂപ ഉണ്ടായിരുന്നു. 1,00,000 രൂപ കയ്യിലിങ്ങനെ കിട്ടിയ തുക ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ. അതുപോലെ ഞാൻ ഒരു കത്തിപ്പറ്റിയിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഹൈന്ദവനായ ഒരു സുഹൃത്തുണ്ട്. തിരൂർ ഭാഗത്ത് നിന്ന് പൈന്റ് പണി കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലേക്ക് പോയി, പുറത്തൂർ ഭാഗം. ഹൈന്ദവനായ സുഹൃത്താണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എവിടെ ഞാൻ അത്തിപ്പറ്റിയിലേക്കാണ് പോകുന്നത്. അത്തിപ്പറ്റ ഉസ്താദിനെ അറിയില്ല, അറിയാൻ പല അത്തിപ്പറ്റ ഉസ്താദിനെ അറിയാം. അപ്പൊ അദ്ദേഹം അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. ദുനിയാവുമായി ഒരു ബന്ധമില്ലാത്ത മനുഷ്യനായിരുന്നു. കയ്യിൽ കിട്ടുന്നതെല്ലാം കൊടുത്ത ഒരു മനുഷ്യനായിരുന്നല്ലോ. ഹൈന്ദവ സുഹൃത്തുക്കളുടെ മനസ്സിൽ പോലെ ഉസ്താദ് സ്ഥാനം പിടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വന്നിട്ട് സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നബിയേ, അല്ലാഹു 2 ഓപ്ഷനാണ് അങ്ങേക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേക്ക് ദുനിയാവിൽ ഇനിയും കാലാകാലം ജീവിക്കാൻ മോഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരം അല്ലാഹു നൽകുന്നുണ്ട്. അതല്ല ആഖിറത്തിലേക്ക് ദാറുൽ ബഖായിലേക്ക് അങ്ങേക്ക് കടന്നു പോകണോ? അതാണ് അങ്ങേക്ക് വേണ്ടത്. രണ്ടും സെലക്ട് ചെയ്യാൻ ഖുയ്യിറ ബൈന ശൈഅൈൻ. എന്റെ സഹാബ, ഈ 2 കാര്യങ്ങൾക്കിടയിൽ അല്ലാഹു എനിക്ക് ചോയ്സ് നൽകി. എന്നാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞു, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് ചോദിച്ചു, നബിയേ, ഏതാണ് അങ്ങേക്ക് താല്പര്യമുള്ളത്? ആഖിറമാണോ ദുനിയാവാണോ? ഇനിയും ജീവിക്കാൻ കൊതിയുണ്ടെങ്കിൽ അല്ലാഹ് പറഞ്ഞതാണ് ആയുസ് നീട്ടിത്തരാമെന്ന്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, യഖ്തറതു ദാറൽ ബഖാഇ അലാ ദാരിൽ ഫനാ. ഈ ദുനിയാവിനേക്കാളും ഞാൻ ആഖിറത്തിനെ തിരഞ്ഞെടുത്തു. എനിക്ക് അല്ലാഹുവിന്റെ അടുത്തേക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ റഫീഖൽ അഅല, പരിശുദ്ധ റസൂൽ ലോകത്തോട് കൊണ്ട് പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ബന്ധം, ഏറ്റവും നല്ല റഫീഖുൽ അഅലയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അതിപറ്റ സഹോദരൻ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തമൂതൂന കമാ തഈശൂ. നിങ്ങൾ എങ്ങനെയാണ് ദുനിയാവിൽ ജീവിച്ചത് അതുപോലെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന മരണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളപ്പെടുത്തേണ്ട, അടിവരയിടേണ്ട. നിങ്ങൾ വീട്ടിൽ പോയാൽ സമയം കിട്ടുകയാണെങ്കിൽ എല്ലാം സമയം കണ്ടിട്ട് ഈ ഹദീസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് എഴുതി വെക്കുന്ന ഡയറി ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുകയും എന്നും ഹൃദയത്തിൽ അടിവരയിട്ട് വെക്കേണ്ട ഒരു ഹദീസാണ്. തോന്നൊന്നുമില്ല. ഇത് റസൂൽ പറഞ്ഞ തമൂതൂന കമാ തഈശൂ. നിങ്ങൾ എങ്ങനെയാണ് ദുനിയാവിൽ ജീവിച്ചത് അതുപോലെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന മരണം. നല്ല മനുഷ്യനായിരുന്നോ? നല്ല മരണമായിരിക്കും. ആരെയും പ്രയാസപ്പെടുത്താത്ത ജീവിതമായിരുന്നോ? നിങ്ങളെ കാത്തിരിക്കുന്ന മരണം നല്ല മരണമാണ്. സുഗന്ധം ഉണ്ടാവും, കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാകും. സൂറത്തുൽ വാഖിഅ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ. അല്ലാഹുവിന്റെ അടുത്താണെങ്കിൽ അവൻ മരിക്കുമ്പോൾ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. സുഗന്ധം ഉണ്ടാവും, സ്വർഗീയ പരിമളം ഉണ്ടാവും. നമുക്ക് കുഞ്ഞാക്കു ആദ്യം മരിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. നന്നായിട്ട് കുളിച്ചു, നന്നായിട്ട് കുളിച്ചു, ഏറ്റവും ഫ്രഷായിട്ട് അന്ന് കുളിച്ചു. എന്നിട്ട് സുഗന്ധം അത്തർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മക്കൾ അത്തർ കൊണ്ടുവന്നു. ഈ മാസമായിരുന്നു കുഞ്ഞാക്കു ആദ്യം ലോകത്തോട് കൊണ്ടുവന്നു. ഈ മാസം നോക്കിയാൽ ഒരുപാട് മഹാന്മാരെ മരണം നടന്നു. റസൂലുള്ളാഹിയെ വല്ലാതെ സ്നേഹിച്ച മുഹിബ്ബീങ്ങൾ റബീഉൽ അവ്വലിൽ മരിക്കാൻ വളരെ ചാൻസ്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആസ്വദിക്കാൻ അറിയാം. അവരുടെ ഉപ്പയും എൻ്റെ ഉപ്പയും ഭയങ്കര ബന്ധമായിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് വരുമ്പോൾ അവരുടെ ആ ഉപ്പകളെ രക്ഷിതാക്കൾ തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ബന്ധമായിരുന്നു. അപ്പോൾ 15 കൊല്ലമായി എൻ്റെ ഉപ്പ ലോകത്തോട് ഇവിടെ വന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉപ്പ ലോകത്തോട്. പക്ഷേ ജീവിതത്തിൽ മൗലൂദും പരിശുദ്ധ റസൂലും എന്താണെന്ന് അനുഭവിച്ചത് എൻ്റെ ഉപ്പയിരുന്നു. റബീഉൽ അവ്വൽ 1 വന്നാൽ പിന്നെ മൗലൂദ് ചെല്ലാത്തൊരു ദിവസം ഉണ്ടാവും. ഞാനെന്ന് മനസ്സിലാക്കുന്നു, റബീഉൽ അവ്വൽ 5 വെള്ളിയാഴ്ച രാത്രി, ഇതുപോലത്തെ രാത്രി, അന്ന് രാത്രി കിടന്നുറങ്ങി ജുമഅക്ക് പള്ളിയിൽ പോയ ആളായിരുന്നു. സുബഹിന്റെ മുമ്പ് എഴുതിയിട്ട് പറയാണ്, ഞാൻ മരിക്കുകയാണ്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എൻ്റെ അമ്മൂന് വന്നിട്ട് കൈ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഉപ്പ പറഞ്ഞു, എന്നെ കൊണ്ടുപോകണ്ട, ഞാൻ മരിക്കുകയാണ്, എനിക്ക് ദിക്ർ ചൊല്ലി തന്നാണ് എന്ന് പറഞ്ഞു. ഉമ്മ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ,
വീട്ടിൽ വന്ന് 2 ജ്യേഷ്ഠന്മാരുടെ മുടിയിൽ കിടന്ന് വെള്ളം കുടിച്ച് റാഹത്തായി ദിക്ർ ചൊല്ലി ലോകത്ത് കൊണ്ടുപോകാൻ അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സുബൈർ ഉസ്താദിന്റെ ഉപ്പ മരണപ്പെട്ടു. സുബൈർ ചോദിച്ചായിരുന്നു, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും അദ്ദേഹവുമായിട്ടുള്ള മനസ്സിലായിട്ടുള്ളൂ. അദ്ദേഹവും ആ റബീഉൽ അവ്വലിൽ മരണപ്പെട്ടത് അത്ഭുതമാണ്. അങ്ങനെ ഞാനങ്ങനെ നമ്മുടെ ഇടയിൽ അടുത്ത് ജീവിച്ച ചില മഹാന്മാരെ ഇങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ട്, ഉസ്താദെ പറഞ്ഞത് ശരിയാണ്, എൻ്റെ വല്യപ്പ വല്ലാതെ മോദിനെ സ്നേഹിച്ചവരായിരുന്നു, അദ്ദേഹം മരിച്ച റബീഉൽ അവ്വലാണ്. നിങ്ങൾക്ക് പറയാൻ ചില ആളുകൾ അങ്ങനെയാണ്, ഏത് മാസത്തെ സ്നേഹിച്ചോ. റബീഉൽ ആഖിറിൽ ഒരുപാട് മഹാന്മാർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഈ സ്ഥലത്തിലൂടെ സ്ഥാപിച്ച് നമ്മുടെ ഇടയിലൂടെ കടന്നുപോയ ഷെയ്ഖ് അത്തിപ്പറ്റ ഉസ്താദാണ്. ആ മരണം ഇന്നും ആ അത്ഭുതം മാറിയിട്ടില്ല സത്യത്തിൽ. കാരണം റബീഉൽ ആഖിർ 11-നാണ്. ഏതൊരു ഷെയ്ഖിന്റെ തുരീഖിലായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ചത്, ഒരു അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ. റബീഉൽ ആഖിർ 11 ലോകം അടയാളപ്പെടുത്തുകയാണ് ഒരു മഹാരാജ്. പടച്ചറപ്പേ, ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തനാകും. ഞാൻ എന്റെ അനുഭവം മാത്രം പറയുന്നില്ല. നിങ്ങൾ ഒരിക്കൽ അത്തിപ്പറ്റ ഉസ്താദിന്റെ മക്കബറയിൽ പോയാൽ ഒരു തുള്ളി കണ്ണുനീർ എത്തിക്കാതെ ആ മക്കബറ വിട്ടു പോരാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നവിടെ പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ പോകാൻ കഴിയില്ല. ഇന്നലെ രാത്രി ഞങ്ങളുടെ കോട്ടത്തെ 2 ആളുകൾ സുഹൃത്തുക്കൾ കൂടെ അവിടെ പോയപ്പോൾ കൂടെയുള്ളവരെ അത്തിപ്പറ്റ ഉസ്താദിനോട് കലയുകയാണ്. വല്ലാത്തൊരു സ്വാധീനമായിരുന്നു അത്തിപ്പറ്റ. ജീവിതകാലത്തുള്ള സ്വാധീനത്തിനേക്കാളും മരിച്ചതിന് ശേഷം ആ സ്വാധീനം അനുഭവിക്കുക. അള്ളാഹുവിടെ പോകാൻ നമുക്ക് തോഫീക്ക് നൽകാൻ നാളെ അവിടെ സുബാനുദ്ദീൻ ഖാസിം ഉസ്താദിന്റെ പ്രഭാഷണമുണ്ട്, അലീദ്ദീൻ ഫൈസി ഉസ്താദിന്റെ പ്രഭാഷണമുണ്ട്. പോകണം, നമ്മൾ അവിടെയൊക്കെ ചെന്നിരിക്കണം. ഒറ്റക്കും പോകണം, കൂട്ടായിട്ടും പോകണം. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കണം. അവരോടൊക്കെയുള്ള ആ സമ്പർക്കം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്മരണിക വായിക്കുമ്പോൾ ഷെയ്ഖുനക്ക് ഏറ്റവും നല്ല ആത്മീയ അനുഭൂതി ആസ്വദിക്കാൻ കഴിഞ്ഞത് ആലുവായ അബൂബക്കർ മുസ്ലിയുടെ ചാരത്തിലുണ്ടാണ്. ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ മരിക്കുമ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് ചാരം ഉണ്ടാകും. അപ്പൊ എന്താ പറയുക, നിങ്ങൾ ഹജ്ജിന് പോകാൻ ചോദിച്ചപ്പോ സമ്മതം കൊടുത്തില്ല, തരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമ്മതത്തിന്റെ വഴുകാനുള്ള കാരണം എന്റെ മരണം അടുത്തിട്ടുണ്ട് ഉണ്ടാകുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് അടുത്തുണ്ടായിരുന്നു. പിന്നെ മരണത്തിന്റെ ശേഷം അടുത്ത് അവിടെ ആ തന്റെ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട രാത്രി കയ്യിൽ തോർത്തും എഴുതിയിട്ട് ആലുവായ അബൂബക്കർ മുസ്ലിയാർ മസാറിൽ അവിടെ പോയിട്ട് ആ മണലിൽ ഈ തലയിൽ ഈ തോർത്തും വെച്ചിട്ട് ഒരുപാട് രാത്രികൾ ഷെയ്ഖുന ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ ചാരത്ത് അന്തി ഉറങ്ങിയൊരു ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. ആ ജീവിതവും ആ മരണവും വെറുതെ നേടിയത് അതൊരു ത്യാഗത്തിന്റെ ജീവിതമായിരുന്നു. അത് തണുപ്പുകളെ ഭേദിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അത് ത്യാഗത്തിന്റെ ജീവിതമായിരുന്നു. കേവലം ഒരു പ്രഭാഷണം നടത്തി അങ്ങനെ ഒരാളായി ആളുടെ മുമ്പിൽ അങ്ങനെ ഒന്നല്ലല്ലോ അത്തിപ്പറ്റ ഉസ്താദ്. ഒരു പച്ച മനുഷ്യരായിട്ട് ഞാൻ ഇന്നും അത് പറയുകയാണെങ്കിൽ വേറെ മഹാന്മാരൊന്നും ചരിത്രം പറയാതെ അത്തിപ്പറ്റ ഉസ്താദിനെ മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതം ഒക്കെ റാഹത്തായി കിട്ടാൻ അത് മാത്രം മതി. അതിന് മാത്രം അടയാളപ്പെടുത്തരുത്. ഒരിക്കൽ ഞാനത് എന്റെ അനുഭവത്തിന് എടുത്ത് പറയാൻ കഴിയും. ദേശവാലിപ്പള്ളിയിൽ രാവിലെ വെള്ളിയാഴ്ച സ്ഥലത്ത് നടക്കുമ്പോൾ രാത്രി അവിടെ ചെന്നു. ഉസ്താദിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. പരിപാടി കഴിഞ്ഞ് ഏകദേശം രാത്രി അവിടെ പള്ളിയിൽ എല്ലാവർക്കും കിടക്കാനുള്ള അതിന്റെ ഇടയിൽ സുലൈമാൻ ഉസ്താദ് വിളിക്കും അത്തിപ്പറ്റ ഉസ്താദ്. അവിടെ വന്ന ആളുകൾക്കൊക്കെ തലയുടെ വിരിപ്പൊക്കെ കൊടുത്തി. ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, പരിപാടി സ്ഥലത്ത് നിന്ന് സുലൈമാൻ ഉസ്താദ് വിളിക്കാണ്. അവിടെ പള്ളിയിൽ വന്ന ആളുകൾക്കൊക്കെ വിരിപ്പൊക്കെ കൊടുത്തിട്ട് ആര് രോഗം വന്ന് ക്ഷീണിതനായി പരിപാടിക്ക് പോകും. അതിന്റെ ഇടയിൽ പോകുമ്പോൾ ചോദിക്കാണ്. അത്രയും ശ്രദ്ധയായിരുന്നു തന്റെ മുരീദന്മാർ വിളിച്ചു. അങ്ങനെ നേരം വൈകി വന്ന ആ രാത്രിയിൽ ഞങ്ങൾക്ക് ദീനി ഉസ്താദിനെ കാണാൻ പോകുന്നത് ശരിയല്ല. അപ്പോ ഉസ്താദിന് ഉറങ്ങിയായിരിക്കും, പരിപാടി ഞാൻ ക്ഷീണിച്ചില്ല. ഏകദേശം 12 മണി 12:30 ആയ സമയമായിരിക്കും. ആ തണുപ്പുള്ള രാത്രി ഊതു കൊടുത്ത് വന്നിട്ട് ആ പാവ മനുഷ്യൻ അള്ളാഹുവിന്റെ സ്വാലിഹായി ജീവിച്ച വലിയ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് മസ്ജിദുൽ ഫത്ഹിന്റെ പള്ളിയിൽ ഒരു തോടിന്റെ അരികിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട നിസ്കരിക്കുകയാണ്. ദീർഘമായ സുജൂദിൽ കിടന്നിട്ട് ഞാനതങ്ങനെ നോക്കി നിന്ന് ഞാൻ ഉറങ്ങിപ്പോയി എന്നല്ലാതെ ഉസ്താദ് എപ്പോഴാണ് എഴുന്നേറ്റ് പോയതെന്ന് അറിയില്ല. പാതിരാത്രികളെ ധന്യമാക്കിയ ജീവിതമായിരുന്നു ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. എല്ലാത്തൊരു ജീവിതമാണ്. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവരെ പറ്റിയാണ് പറയുന്നത്. വൈബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. 10ഓളം വിശേഷണങ്ങൾ ഒന്നും നീട്ടി പരത്തി പറയുന്നില്ല. ഒഴിവ് സമയം
നോക്കിയാൽ മതി. 10 വിശേഷണങ്ങൾ അല്ലാഹു എടുത്ത് പറയുകയാണ്. പരമകാരുണ്യവാനായ റബ്ബിന്റെ അടിമകൾ വിനയമുള്ളവരാണ്. ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ നടന്നു നീങ്ങിയവരാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രികാലങ്ങളിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലെ തണുപ്പുള്ള രാത്രികളെ ഒന്നുമെടുത്തിട്ട് മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരാണ്. നരകത്തിലേക്ക് കാവൽ തേടുന്നവരാണ്. അവർ അനർത്ഥങ്ങളിലേക്ക് പോകാത്തവരാണ്. അവർ ദാനധർമ്മം ചെയ്യുന്നവരാണ്. അവർ ദാമ്പത്യ ജീവിതം അനുഗ്രഹീതമാക്കിയവരാണ്. എന്നിട്ട് അന്ന് അടിവരയിട്ട് പറയുകയാണ്, എന്റെ ഇബാദുർ റഹ്മാൻ, ഈ ഇബാദിനാണ് ഉലൈക യജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. സ്വർഗ്ഗത്തിലെ രമ്യഹർമ്മങ്ങൾ അവർക്കാണ് അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നത്. സ്വർഗ്ഗത്തിലെ സർവ്വ കൊട്ടാരങ്ങളും അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നത് ഈ വിഭാഗം ആളുകൾക്കാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രയാസപ്പെട്ടു, ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. അവർക്കാണ് അല്ലാഹു സ്വർഗീയ ആരാമങ്ങൾ നൽകുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. റബ്ബേ, സാധുക്കളായി ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. ഏത് കാലത്ത് ഭൗതികമായ ലോകത്ത് ഞാനിതൊക്കെ പറയുമ്പോൾ ഉസ്താദെ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്ത് സുന്നത്തിനെ മുറുകെ പിടിക്കാൻ പ്രയാസമാണ്. ഇന്ന് എല്ലാം വിപുലമായി ഇന്റർനെറ്റിന്റെ ലോകമാണ്. സോഷ്യൽ മീഡിയ വർദ്ധിച്ചു, ഭൗതിക സുഖങ്ങൾ വർദ്ധിച്ചു. ഈ ഉസ്താദ് പറയുന്ന പോലെ ഒന്നും ഒരു സാബിയെ പോലെ ജീവിച്ച അത്തിപ്പറ്റ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിയൂല എന്ന് പറയുമ്പോൾ, ഏത് കാലത്ത് നമ്മൾ കണ്ണുകൊണ്ടൊരു മനുഷ്യൻ, കണ്ണുകൊണ്ട് കണ്ടൊരു മനുഷ്യൻ എല്ലാം പുറകിലേക്ക് താഴ്ത്തി, കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി സുന്നത്തുകളെ ഹയാത്താക്കിയിട്ട് കടന്ന് ജീവിച്ച ബഹുമാനമാണ്. ഖത്തറിലെ വലിയ കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിലെ പ്രൗഢിയോടുകൂടി നടത്തപ്പെടുന്ന രാജസദസ്സ് എന്ന് പറയാം. ഒരു സൽക്കാരത്തിന് വേണ്ടി ഷേഖ് അത്തിപ്പറ്റ ഉസ്താദിനെ ക്ഷണിക്കപ്പെട്ടു. ഭക്ഷണം തീരുമേശയിൽ വിളമ്പപ്പെട്ടിരിക്കുകയാണ്. അത്തിപ്പറ്റ ഉസ്താദിന് അതിലൊരു അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഷേഖുന അവர்கள் ആ ഭക്ഷണം ഇങ്ങനെ തീരുമേശയിൽ ഇങ്ങനെ വിളമ്പപ്പെട്ടു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പ്രമുഖനായ ആ കൊട്ടാരത്തിൽ അവിടുത്തെ രാജാവിന് മുന്നിൽ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഹബീബിന്റെ സുന്നത്തും എടുത്തുകൊണ്ട് ആ തീരുമേശയുടെ ഭക്ഷണം നിന്നിട്ട് അടിയിലോട്ട് സുപ്രയിലേക്ക് വെച്ചാൽ എല്ലാവർക്കും ഒരു പ്ലേറ്റിൽ നിന്ന് ഒരുമിച്ച് കഴിച്ചാൽ പരിശുദ്ധ റസൂൽ ഇഷ്ടപ്പെടുന്ന സുന്നത്താണെന്ന് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു. ധരിച്ചു നിന്നുപോയി. കേട്ട രാജാവ് ധരിച്ചു നിന്നുപോയി. മാത്രമല്ല, പെട്ടെന്ന് ഓർഡർ കൊടുത്തു. തീരുമേശയുടെ മുകളിൽ വിളമ്പപ്പെട്ട ഭക്ഷണം നേരെ സുപ്രയിലേക്ക് വിളമ്പി. എല്ലാവരും നിരത്തി നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ആർക്കാണ് പറയാൻ കഴിയും? സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ബാങ്ക് കേൾക്കുമ്പോൾ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഉസ്താദ്. അവിടുത്തെ പരിപാടിയുടെ ഷെഡ്യൂൾ മാറ്റുകയാണ്. ഈ നിശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് സുന്നത്തായ ചൊല്ലിക്കുന്നത്? അത് എവിടുന്ന് കിട്ടിയ സന്ദേശമാണ്? മദീനയിൽ നിന്ന് കിട്ടിയ സന്ദേശം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനതാ പറഞ്ഞത്, ഒരു സ്വഹാബിയെ പോലെ ജീവിച്ചു എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വാക്ക് മാത്രമല്ല. അങ്ങനെ തന്നെ എത്ര കാലങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ സ്വഹാബിയെ പോലെ ജീവിച്ചെന്ന് പറയുമ്പോൾ അതുപോലെ ജീവിച്ച് നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളോട് സല്ലപിച്ചുകൊണ്ട് തമാശകൾ പറഞ്ഞിരിക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅൽ അദാൻ, പള്ളിയിൽ നിന്ന് വാക്ക് കേട്ട് കഴിഞ്ഞാൽ കഅന്നഹു ലം യഅരിഫനാ, പരിശുദ്ധ റസൂൽ ഞങ്ങൾ അറിയാത്തത് പോലെ, ഞങ്ങളെ മുമ്പ് കണ്ടൊരു പരിചയമില്ലാത്തത് പോലെ, അസ്റഇല സലാ ബാദറഇല സലാ, പരിശുദ്ധ റസൂൽ നിസ്കാരത്തിലെ തുടരുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആ ജീവിതം അതേ ജീവിതത്തിലേക്ക് പകർന്നു. തന്റെ വീട്ടിൽ രോഗിയായിട്ട് ഉസ്താദ് കിടക്കുകയാണ്. അപ്പൊ രോഗിയായ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയ വീട്ടിൽ നിസ്കാരത്തിന്റെ സമയമാണ്. ഉസ്താദ് വീട്ടിലേക്ക് ആ രോഗത്തിന്റെ സമയത്ത് ബാങ്ക് കേട്ടുകഴിഞ്ഞു. പിന്നെ ഉസ്താദ് രോഗത്തിന്റെ ഇടയിലും ബാങ്ക് കേട്ടാൽ ഊർജ്ജം കിട്ടി. ആ രോഗത്തിന് പിന്നെ ഒരു തളർച്ചയില്ല, ഒരു ക്ഷീണമില്ല. ചിലപ്പോൾ വീട്ടിൽ നിന്നിട്ട് നടക്കും ധൃതി, ആളുകൾ പിന്നാലെ പോകും. ഇനി ആദ്യം നമ്മൾ കൂട്ടി വായിച്ചു നോക്കി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ആദ്യം ഒന്ന് കൂട്ടി വായിച്ചു നോക്കും. നിങ്ങൾ എങ്ങനെ ജീവിച്ചു അതുപോലെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതാണ്. റബീഉൽ ആഖിർ 11 അന്ന് ഒരു ബുധനാഴ്ച 11 മണിയോട് അടുത്ത സമയം, അതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ പ്രൈവറ്റ് കടമല്ല, ഫതുൽ ഫത്താഹിന്റെ കടമാണ്. ആ കടം തന്നെ
മണിക്കൂർ മുമ്പ് 10,000 എല്ലാ കടങ്ങളും വീടിയിട്ടുണ്ട് എന്ന സന്തോഷം വാട്സപ്പ് മുഖാന്തരം എല്ലാവർക്കും വായിദ് ഉസ്താദിന്റെ സന്ദേശം വരികയാണ്. തൊട്ടടുത്ത മണിക്കൂറിൽ 11 മണിയാകുമ്പോൾ പിന്നെ വാട്സപ്പിലെ മെസ്സേജ് കടന്നു വരുന്നത് ഷെയ്ഖുന ആക്കിപ്പറ്റ ഉസ്താദ് നബറല്ലാഹു മർക്കദ വഫാത്തായിരിക്കുന്നു എന്ന സന്ദേശമാണ്. 11 മണിയോട് അടുത്തായ സമയത്ത് ഉസ്താദിനെക്കൊന്ന് വുദൂ ചെയ്യണം. സാധാരണ എപ്പോൾ വുദൂ എടുത്താലും സുന്നത്ത് നിസ്കാരം. വായിദ് ഉസ്താദിന്റെ വലിയ പരിപാടിയിൽ പറയുന്നുണ്ട്, ഏത് സമയം നല്ലത്. ഇന്ന് നമ്മൾ ചുറുചുറുക്കുള്ള യുവത്വം, നല്ല ആരോഗ്യം, എഴുന്നേറ്റ് പോകാൻ ഒരു പ്രയാസമില്ല. നമ്മളെ രാത്രിയുടെ ഇടയിൽ ഒരു തവണ എഴുന്നേറ്റാൽ നമ്മളൊന്ന് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് വന്നാൽ നമ്മുടെ മുഖത്ത് വെള്ളം തട്ടിക്കും. അതിപ്പോ തണുപ്പുള്ള രാത്രിയാണെങ്കിൽ നമ്മൾ കയ്യിൽ പോലും വെള്ളം തട്ടിക്കാൻ പിടിക്കുന്ന ആളുകളാണ്. എന്നിട്ടില്ല സുന്നത്ത് നിസ്കാരം. രോഗിയായി തളർന്ന് കിടക്കുന്ന സമയത്ത് വായിദ് ഉസ്താദ് പറയാണ്, ഒരു രാത്രിയിൽ 5 തവണ ഉസ്താദ് എഴുന്നേറ്റു, ഒരു രാത്രിയിൽ 5 തവണ ഉസ്താദ് എഴുന്നേറ്റു, 5 തവണ ബാത്റൂമിൽ പോയി വുദൂ എടുത്ത് വന്നിട്ട് മുസല്ല വെച്ചിട്ട് 5 തവണ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഇനി ആ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരുന്നു ആ ജീവിതം? വെറുതെ അല്ലല്ലോ അള്ളാഹു അങ്ങനെ മരണം കൊടുത്തത്. മരിക്കുന്ന അന്നും എനിക്ക് വുദൂ ചെയ്യണമെന്ന് പറഞ്ഞു. വുദൂ എടുത്തിട്ട് നീണ്ടു നിവർന്ന് കിടന്നിട്ട് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് അവസാന ശ്വാസം വെച്ച് ദിക്ർ ചൊല്ലിയിട്ട് ബഹുമാനപ്പെടുക ലോകത്ത് കൊടുക്കുന്നത്. ഉസ്താദ് വഫാത്തായതിനു ശേഷം ഉസ്താദിന്റെ ഡ്രൈവറെ കണ്ടു. എന്നോട് പറഞ്ഞൊരു കാര്യം, പിറ്റേ ദിവസം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല മരണപ്പെട്ടപ്പോൾ ഞാൻ ആ സാദൃശ്യത അത്ഭുതപ്പെട്ടു.